എറണാകുളം നഗരത്തിലെ ഏറെ ഭേദപ്പെട്ട ഒരു വീടായിരുന്നു രാമയ്യരുടേത്. അവിടേക്കാണ് വിവേകാനന്ദ സ്വാമിയെ കൂട്ടിക്കൊണ്ടുപോയത്. മുറിക്കുള്ളിൽ പ്രവേശിച്ച അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. നല്ല വൃത്തിയും വെടുപ്പുമുള്ള മുറി. കൂടാതെ അദ്ദേഹത്തെ പരിചരിക്കാൻ വേണ്ടി ഒരു വേലക്കാരനെയും ഏർപ്പാടാക്കി കൊടുത്തു. തുടർന്ന് രാമയ്യരുമായി വിവേകാനന്ദ സ്വാമികൾ സംസാരിച്ചു. സംഭാഷണത്തിൽ തിരുവിതാംകൂർ കൊച്ചി ഭരണാധികാരികളെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് മറുപടി എന്നോണം കൊച്ചിയിലെ ആക്ടിംഗ് ദിവാൻ ശങ്കരയ്യയ്ക്ക് തനിക്ക് മൈസൂർ പ്രധാനമന്ത്രി തന്ന ഒരു കത്ത് കയ്യിലുണ്ടെന്നും അത് അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ കഴിയുമോ എന്നും ചോദിച്ചു. തീർച്ചയായും കഴിയും എന്ന് മറുപടി വന്നു. ഇവിടെയാണെങ്കിൽ, കൊച്ചിയിലാണെങ്കിൽ മഹാരാജാവ് രോഗബാധിതനായി കിടപ്പാണ്. ഇളയരാജാവ് രാമവർമ്മ തമ്പുരാനാണ് ഭരണകാര്യങ്ങൾ നോക്കി നടത്തുന്നത്. സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ കുറേ പേർ സ്വാമിയെ കാണാനും സംസാരിക്കാനുമായി അവിടെ എത്തിച്ചേർന്നു. അവരുമായി സംസാരിക്കാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു. ഉയർന്ന സംസ്കാരവും നീതിന്യായ വ്യവസ്ഥയും ഭരണ സംവിധാനവുമുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കൊച്ചി എന്ന് സ്വാമിക്ക് ബോധ്യമായി. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. അവിടെ കുറേ സമയം നിശബ്ദമായിരുന്നു. വന്നവരും സ്വാമിയും കൂടുതൽ സംസാരിക്കാൻ തയ്യാറായില്ല. ആ നിശബ്ദയെ ഭഞ്ജിച്ചുകൊണ്ട് ശാന്തലാൽ പറഞ്ഞു, സ്വാമിയുടെ വിപുലമായ ഇന്ത്യ സന്ദർശനത്തിൽ, ഭാരത സന്ദർശനത്തിൽ സ്വാമിക്കുണ്ടായ അനുഭവങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ട്. അദ്ദേഹം വളരെ നിശബ്ദനായിരുന്നിട്ട് തുടർന്നു, ശ്രീരാമകൃഷ്ണ സ്വാമിയുടെ മരണശേഷം, മഹാസമാധിക്ക് ശേഷം ഞാനും സന്യാസികളും ഹിമാലയ സാനുക്കൾ താണ്ടുകയായിരുന്നു. ഹിമാലയത്തിലാകെ നടന്ന് അവിടെയുള്ള കാഴ്ചകൾ കണ്ടും മുനിവര്യന്മാരെ കണ്ടും അവരോട് സംസാരിച്ചും അവരിൽ നിന്ന് അറിവ് ഉൾക്കൊണ്ടും ഞങ്ങളവിടെ സഞ്ചരിക്കുകയായിരുന്നു. ഗംഗാതടത്തിലും ഗംഗാതീരങ്ങളിലും ഞങ്ങൾ അലയുകയായിരുന്നു. അവിടെയുള്ള മഹാരഥന്മാരെയും മഹൽ വ്യക്തികളെയും സന്യാസിവര്യന്മാരെയും എല്ലാം കാണാനും അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങാനും അവരിൽ നിന്ന് ബോധം ഉൾക്കൊള്ളാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. ആ യാത്രകൾ അദ്ദേഹം വിപുലമായി വിശദീകരിച്ചു. ഹിന്ദുസ്ഥാനിലും ഇംഗ്ലീഷിലുമായി അദ്ദേഹത്തിൻ്റെ സംഭാഷണം കേട്ടിരിക്കാൻ അവിടെ വന്നു ചേർന്നവർക്ക് വളരെ സന്തോഷം തോന്നി. ഇന്ത്യയിലെ ഗ്രാമങ്ങൾ കാണുക എന്നതായിരുന്നു എൻ്റെ മറ്റൊരു ലക്ഷ്യം. അതിനായി ഒറ്റയ്ക്ക് നഗ്നപാതനായി ഞാൻ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ തോറും സഞ്ചരിക്കുകയായിരുന്നു. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ആ അനുഭവം എന്നെ വല്ലാതെ മാറ്റിമറിച്ചു. ഇന്ത്യയെ എന്തെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സഹായകമായി.